പത്മ ലളിതാ സഹസ്രനാമം സീരീസ് 3. നമ്മൾ ഋഷിചന്ദോധ്യാനാനിയിൽ തുടങ്ങി അസ്യ ശ്രീ ലളിതാ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ അതുവരെ എത്തി. അത് കഴിഞ്ഞ് അടുത്ത വരിയാണ് വശിന്യാദി വാഗ്ദേവതാ ഋഷയ അനുഷ്ടുപ് ഛന്ദഃ. ഇത് ധ്യാനത്തിനും മുന്നേ ഉള്ളതാണ്, ധ്യാനം എത്തിയിട്ടില്ല, വളരെ പതുക്കെ പറഞ്ഞു പോകുന്നതാണ്. ധ്യാനം കഴിഞ്ഞിട്ട് വേണം സഹസ്രനാമത്തിലേക്ക് കിടക്കാൻ. അപ്പോൾ വശിന്യാദി വാഗ്ദേവത, മാ സരസ്വതിയുടെ, അമ്മ സരസ്വതി ദേവിയുടെ 8 ഭാവങ്ങളായിട്ടാണ് പറയുന്നത് ഈ വാഗ്ദേവതകൾ. നമ്മൾ വാഗ്നി എന്നൊക്കെ പറയുന്ന വാക്ക് എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് എന്നുള്ള രീതിയിലല്ല. കാരണം ലിപി കണ്ടുപിടിക്കുന്നതിനും മുന്നേ ഉള്ള ഒരു സമയമാണിത് എന്ന് മനസ്സിൽ കണക്കിലാക്കുക. പിന്നീടാണല്ലോ ലിപിയും അച്ചടിയും ഒക്കെ വന്നത്. അപ്പോൾ വേദകാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആദ്യം അശരീരി, ആകാശവാണി, പിന്നീട് കേൾവി. കേൾക്കുമ്പോൾ തന്നെ രൂപങ്ങൾ വരും, ഭാവങ്ങൾ വരും. അതിനും എത്രയോ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിട്ടാവണം അച്ചടികളൊക്കെ വന്നത്. അപ്പോൾ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അച്ചടിയിലെ വാക്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സൃഷ്ടിയുടെ പൂർണ്ണമായിട്ടൊരു ഒരു ഉറച്ച ഒരു രൂപമായിട്ട് തന്നെ കണക്കാക്കണം. കാരണം അതിൽ ഭാവമുണ്ട്, ശക്തിയുണ്ട്, എല്ലാം ആ വാക്കിലുണ്ട്. അതുകൊണ്ടാണ് വാഗ് ദേവതമാർ എന്ന് പറയുന്നത്. 8 പേരാണ് പറയുന്നത്. 1 വശിനി, 2 കാമേശ്വരി, 3 മോദിനി, 4 വിമല, 5 അരുണ, 6 ജൈനി, 7 സർവേശ്വരി, 8 കൗളിനി. ഈ 8 ഭാവങ്ങളിലായിട്ടാണ് വാഗ്ദേവതമാർ ഉള്ളത്. ഈ 8 പേരിലൂടെയാണ് ഹയഗ്രീവരിലേക്കും അഗസ്ത്യമുനിയിലേക്കും പിന്നീട് നമ്മുടെ കയ്യിലേക്കും ഇത് എത്തിപ്പെട്ടത്. അതായത് അമ്മയുടെ ശക്തി, അമ്മയുടെ ലീലകൾ, അമ്മയുടെ ദിവ്യമായ ആ രൂപം സഹസ്രനാമത്തിലൂടെ എത്തിച്ചത് ഈ 8 വാഗ്ദേവതമാരാണ്. ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഓരോരോ എപ്പിസോഡിലായിട്ട് പറയാം, അല്ലെങ്കിൽ 2 പേര് വെച്ച്. ഇപ്പൊ ഈ വാഗ്ദേവതമാർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണ് അവരുടെ പ്രതീകം, അവരെന്തിനാണ്? അതായത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ 1 സ്പീച്ചാണ് അല്ലേ, സംസാരം. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ, തമിഴ്, ഏത് ഭാഷയിലും. അപ്പൊ അതിന് സംസാരം എന്ന് തന്നെയാണ് പറയുന്നത്. സംസാരത്തെ നമുക്കറിയാം 2 അർത്ഥങ്ങൾ, പല അർത്ഥങ്ങളിൽ. 1 സംസാരം. അപ്പൊ ആദ്യത്തെ അർത്ഥം തന്നെ എന്താണ്, ഒരു എക്സ്പാൻഡ് വേർഷനാണ് സംസാരം. അത് പിന്നീട് നമ്മൾ അടക്കി നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് സംസാരമായിട്ട് മാറും. ആദ്യം ഒരു ബ്രഹ്മാണ്ഡമായ ഒരു കാര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മളത് ഭാഷയിലേക്ക്, വാക്കിലേക്ക് ഒതുക്കി ചിട്ടപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് സംസാരമായി മാറും. അത് 1. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷനുമായി. ഈ പറയുമ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, എങ്ങനെ വേണോ ഭാഷ ഉപയോഗിക്കാം, വാക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണല്ലോ വാക് ശക്തി, വാക് സിദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം സ്പീച്ച്, അതായത് സംസാരം, കമ്മ്യൂണിക്കേഷൻ. 2 തോട്ട്സ് ആണ്, ചിന്തകൾ. പലതരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ ഓരോ മിനിറ്റും ഓരോ ദിവസങ്ങളും രാത്രികളും കടന്നു പോകുന്നത്. സയന്റിഫിക്കലി പ്രൂവൺ ആണ്. എത്രയോ 70,000 എങ്ങോണ്ടോ ചിന്തകളാണ് വന്നു പോകുന്നത് ഒരു മനുഷ്യന്റെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ. അത്രമാത്രം ചിന്തകളുണ്ട് നമ്മുടെ മനസ്സിൽ, വന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. ചിന്തകളാണല്ലോ പ്രവൃത്തികളായിട്ട് മാറുന്നത് എങ്ങനെ നോക്കിയാലും. ആദ്യം സ്പീച്ച് ഉള്ളിലുള്ളതാണ്, ഇന്റേണലാണ്. കാരണം ചിന്തകൾ എന്ന് പറയുമ്പോൾ അകത്താണല്ലോ, അത് പ്രവൃത്തിയിലേക്ക് വരുന്നു. അടുത്തത് വിസ്ഡം എന്ന് പറഞ്ഞാൽ അറിയാം, ജ്ഞാനം എന്നുള്ളതിന് പലതരത്തിലുള്ള തലങ്ങളിൽ പറയും. 1 പഠിക്കുക, അതാണ് ബേസിക്കുള്ള കാര്യം, പഠിക്കുക. പിന്നൊന്ന് അറിയണമല്ലോ, പഠിച്ചാൽ മാത്രം പോലെ അറിയുകയും കൂടെ വേണം. അപ്പോൾ നമ്മൾ തിയറി ലാബ് എന്ന് പറയുന്ന പോലെ
പിന്നെ അനുഭവിക്കുക. ഇങ്ങനെ പല തലങ്ങളിലൂടെയാണ് വാഗ്ദേവതമാരുടെ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഋഗ്വേദത്തിൽ എവിടെയോ പറയുന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ആഴത്തിലുള്ള മനസ്സിനെയും ജന്മവാസനകളെയുമാണ് പറയുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. വെറുതെ അല്ല പറയുന്നത്. ഇങ്ങനെയാണ് വാഗ്ദേവത പറയുന്നത്: ഞാൻ രുദ്രന്മാരോടൊപ്പവും വസുക്കളോടൊപ്പവും ആദിത്യന്മാരോടൊപ്പവും വിശ്വദേവന്മാരോടൊപ്പവും ചലിക്കുന്നു. അശ്വിനി ദേവന്മാരോടും മിത്ര വരുണ ഇന്ദ്രാദി അഗ്നിയുടെ കൂടെയും അനുകൂലിച്ച് ഈ ബ്രഹ്മാണ്ടത്തെ സംരക്ഷിക്കുന്നു. ഇത് വാക്കിൻ്റെ വാക്കാണ്. അപ്പോൾ ആ വാഗ്ദേവതമാരിലൂടെയാണ് ലളിതാ സഹസ്രനാമം നമ്മുടെ കയ്യിലേക്ക് എത്തിയത്. അത്ര അതിന് അർത്ഥം എന്താണ്, അതിൻ്റെ തലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ ധ്യാനിക്കുക, സറണ്ടർ ചെയ്യുക, അറിയാൻ ശ്രമിക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വാഗ്ദേവതമാർ എന്ത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. അടുത്തത് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ എന്തായാലും അമ്മയെ ശരണം. പത്മ.